നമുക്ക് ചിഹ്നഗ്രഹമായ പ്ലൂട്ടോയിൽ പോയിട്ട് ഒന്ന് ഇറങ്ങി വന്നാലോ? ഹായ്, ബൈജിരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും പ്ലൂട്ടോയിൽ പോകാൻ പോകുന്നില്ല എന്നറിയാം. എന്നാലും നമുക്ക് ആകെ പരിചയമായിട്ടുള്ളത് നമ്മുടെ ഈ ഭൂമിയാണ്. എന്നാൽ നമ്മൾ ഭൂമി വിട്ട് മറ്റൊരു ഗ്രഹത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ചന്ദ്രനിലോ പ്ലൂട്ടോയിലോ ഒക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ അനുഭവം? പ്ലൂട്ടോയിൽ പോവാനായിട്ട് പ്രധാനമായിട്ടുള്ള വെല്ലുവിളി അങ്ങോട്ടുള്ള ദൂരമാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ ഏകദേശം 30 ഇരട്ടി ദൂരമാണ് പ്ലൂട്ടോയിലേക്ക്. നമ്മുടെ ഇപ്പോഴുള്ള റോക്കറ്റ് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ ഏകദേശം 10 വർഷത്തോളം എടുക്കും പ്ലൂട്ടോയിൽ എത്താനായിട്ട്. നമ്മൾ പ്ലൂട്ടോയിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വായു ഒന്നും ഉണ്ടായിരിക്കില്ല ചന്ദ്രനിലെ പോലെ. കൂടാതെ ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരിക്കും. ചന്ദ്രനിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം -100 ഡിഗ്രി ആയിരിക്കും. എന്നാൽ പ്ലൂട്ടോയിലാണെങ്കിൽ -233 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ നമുക്ക് സ്പേസ് സൂട്ടും ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് നമുക്ക് അവിടെ കഴിയാം. അവിടെ നമുക്ക് സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുവാൻ സാധിക്കുമോ? ഇല്ല. കാരണം സൂര്യനിൽ നിന്നുള്ള ദൂരം കാരണം അവിടെ പ്രകാശം വളരെ കുറവായിരിക്കും. അത് കാരണം തന്നെ ഒരു ബുക്കൊന്നും നമുക്ക് വായിക്കുവാൻ സാധിക്കില്ല. ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കുന്ന സമയത്ത് സൂര്യൻ ഒരു വൃത്താകൃതി, ഒരു ഡിസ്ക് ആയിട്ടാണ് നമ്മൾ കാണുക, ഒരു വലിപ്പത്തിലായിരിക്കും കാണുക. ഇനി പ്ലൂട്ടോയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂര്യൻ ഇവിടെ നിന്ന് കാണുന്നത് സൂര്യനെ നമ്മൾ 30 ആയിട്ട് ഇങ്ങനെ മുറിക്കുന്നു, 30 ആയിട്ട് ഇങ്ങനെ മുറിക്കുന്നു. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് സൂര്യനെ കാണുന്നതിന്റെ 900-ലൊന്ന്, ഏകദേശം 1000-ലൊന്ന് വലിപ്പം മാത്രമേ സൂര്യൻ അവിടെ ഉണ്ടാവുകയുള്ളൂ. അത് കാരണം തന്നെ സൂര്യനെ ഇവിടെ നിന്ന് കാണുന്നത് പോലെ ഒരു ഡിസ്ക് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. പകരം ഒരു പൊട്ട് പോലെ, നമ്മളിവിടെ സ്റ്റാർ അല്ലെന്നുണ്ടെങ്കിൽ ശുക്രൻ ഗ്രഹത്തെ കാണുന്നത് പോലെ ഒരു പൊട്ടായിട്ടായിരിക്കും കാണുക. പക്ഷെ അപ്പോഴും അത് വളരെ ബ്രൈറ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ സൂര്യനെ നോക്കുന്ന അതേ ഫീലിംഗ് തന്നെയായിരിക്കും അവിടെ നിന്ന് സൂര്യനെ നോക്കുമ്പോൾ. അത്ര ബ്രൈറ്റ് ആയിരിക്കും, പക്ഷെ വലിപ്പം വളരെ കുറവായിരിക്കും, ഒരു പൊട്ട് പോലെ. എന്നാൽ ഇവിടെ ഉള്ളതുപോലെ പ്രകാശം ഉണ്ടാവില്ല. ഇവിടെ ഉള്ളതിന്റെ ഏകദേശം 1000-ലൊന്ന് പ്രകാശം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ സൂര്യൻ കാരണം. അത് കാരണം തന്നെ അവിടെ നിന്ന് ആകാശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആയിട്ട് കാണാം, കുറെ സ്റ്റാർസ് കാണാം, അതിലൊരു സ്റ്റാർ പോലെ തന്നെ സൂര്യനെയും കാണാം. ഇനി അവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാവിറ്റി വളരെ കുറവാണ്. ചന്ദ്രന്റെ ഏകദേശം പകുതിയിൽ കൂടുതൽ, 60%-ഓളമേ ഉള്ളൂ പ്ലൂട്ടോയുടെ വലിപ്പം. 75 കിലോഗ്രാം ഭാരമുള്ള എനിക്ക് ചന്ദ്രനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12.5 കിലോ ആയിരിക്കും ഭാരം. അതിന് തുല്യമായിട്ടുള്ള ഭാരമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്ലൂട്ടോയിലാണെങ്കിൽ വെറും 5 കിലോയ്ക്ക് തുല്യമായ ഭാരമേ എനിക്ക് ഉണ്ടാവുകയുള്ളൂ. ഒരു 2-3 നിലയുള്ള ബിൽഡിങ്ങിന് മുകളിലേക്കെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചാടിക്കയറാം. അവിടെ നമ്മളൊരു കല്ല് നിലത്തേക്ക് ഇടുകയാണെങ്കിൽ ആദ്യത്തെ സെക്കൻഡ് വീഴുന്നത് വെറും ഇത്രയും ദൂരമായിരിക്കും, 30 സെന്റിമീറ്റർ. കല്ലിടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ വന്ന് നിലത്ത് വീഴും. നമ്മൾ ഒരു നില ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുകയാണെങ്കിൽ താഴെ എത്താനായിട്ട് ഏകദേശം 5 സെക്കൻഡോളം എടുക്കും. അത്രയും കുറവാണ് അവിടുത്തെ ഗ്രാവിറ്റി. പ്ലൂട്ടോയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിലും ആ വെള്ളത്തിലൂടെ നമുക്ക് ഓടിപ്പോവാം, മുങ്ങിപ്പോവുകയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.